ദേശീയ വിദ്യാഭ്യാസ നയത്തെ പ്രശംസിച്ച് രാഷ്ട്രപതി ദ്രൗപദി മുർമു. ഭാരതത്തെ വൈജ്ഞാനിക രംഗത്തെ സൂപ്പർ പവറാക്കുകയാണ് ദേശീയ വിദ്യാഭ്യാസ നയത്തിന്റെ ലക്ഷ്യം. എറണാകുളം സെന്റ് തെരേസാസ് കോളേജ് ശതാബ്ദി ആഘോഷങ്ങളിൽ പങ്കെടുക്കുകയായിരുന്നു രാഷ്ട്രപതി ദ്രൗപദി മുർമു. NEP-യുമായി ബന്ധപ്പെട്ട് യുവാക്കളെ സുസ്ഥിര വികസനത്തിന്റെ ഭാഗമാക്കുന്നതിനുള്ള പദ്ധതി സെന്റ് തെരേസസിൽ നടപ്പിലാക്കിയിരുന്നു. ദേശീയ വിദ്യാഭ്യാസ നയത്തിന്റെ ഭാഗമാകാനുള്ള കോളേജിന്റെ പ്രവർത്തനങ്ങളെ രാഷ്ട്രപതി പ്രശംസിച്ചു. ദേശീയ വിദ്യാഭ്യാസ നയത്തിലൂടെ ഇന്ത്യയെ വിജ്ഞാനത്തിന്റെ സൂപ്പർ പവറാക്കുകയാണ് ലക്ഷ്യം. വികസിത ഭാരതം എന്ന ലക്ഷ്യത്തിലേക്ക് കടക്കാൻ സെന്റ് തെരേസസിലെ വിദ്യാർത്ഥികളും പങ്കാളികളാകണം. സ്ത്രീകൾ നയിക്കുന്ന സമൂഹം കൂടുതൽ മനുഷ്യത്വമുള്ളതും കാര്യക്ഷമമായിരിക്കുമെന്ന് രാഷ്ട്രപതി ദ്രൗപദി മുർമു കൂട്ടിച്ചേർത്തു. രാഷ്ട്രനിർമ്മാണത്തിൽ പങ്കാളികളായ വനിതകളെ പ്രത്യേകം ഓർമ്മിച്ചുകൊണ്ടായിരുന്നു രാഷ്ട്രപതിയുടെ പ്രസംഗം. Higher education institution like St. Teresa's College will help India emerge as a knowledge superpower. This is the overarching vision of National Education Policy 2020. Another initiatives of the college that caught my attention is promotion of community participation through Radio Kochi 90 FM in talukas and gram panchayats in this area. സെന്റ് തെരേസസ് കോളേജ് ശതാബ്ദി ലോഗോ രാഷ്ട്രപതി ദ്രൗപദി മുർമുവിന് ആദ്യ പ്രതി നൽകി ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ പ്രകാശനം നിർവഹിച്ചു. രാജ്യത്തിന്റെ സാംസ്കാരിക കലാപൈതൃകങ്ങൾ വിളിച്ചോതുന്ന ഉപഹാരങ്ങൾ രാഷ്ട്രപതിക്ക് സമ്മാനിച്ചു. ചടങ്ങിൽ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ, കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി, മന്ത്രിമാരായ പി രാജീവ്, VN വാസവൻ, ഹൈബി ഈഡൻ MP, TJ വിനോദ് MLA, കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ അനു ജോസഫ്, വരാപ്പുഴ അതിരൂപത സഹായമെത്രാൻ ഡോക്ടർ ആന്റണി വാളുങ്കൽ എന്നിവർ പങ്കെടുത്തു. ചടങ്ങിന് ശേഷം വ്യോമസേനയുടെ പ്രത്യേക വിമാനത്തിൽ രാഷ്ട്രപതി ഡൽഹിക്ക് മടങ്ങി. ജനം, കൊച്ചി.